ശ്രീകലേ, നിന്റെ മനസ്സെനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ ഇല്ല, എന്നെ ഭർത്താവിന്റെ കൊലയാളിയെ ഒരിക്കൽ കൂടി കാണാനുള്ള മനസ്സുറപ്പ് എനിക്കില്ല. ഇനി അവനെ എന്റെ കൺമുന്നിൽ കണ്ട ചിലപ്പോ ഒന്നും ചിന്തിക്കാതെ ഞാൻ അവനെ കൊന്നുകളയും. അതുറപ്പാ. വിരുന്നിനമ്മ വന്ന അവന്റെ ശവം ഇവിടെ വീഴും. അതുണ്ടാകാതിരിക്കാനാ വിരുന്ന് വേണ്ടെന്ന് ഞാൻ പറയുന്നത്. എനിക്ക് പറയാനുള്ളതെല്ലാം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി നിങ്ങൾക്കൊക്കെ ഇഷ്ടമുള്ളതുപോലെ ചെയ്യാം. മോളെ അഞ്ജിതേ, എന്താ അങ്ങളെ? എന്താ ആന്റി? ഞങ്ങളിപ്പോ നിന്റെ കാര്യം സംസാരിച്ചതേ ഉള്ളൂ. അതെ, അല്ല, ഒരു കാര്യം ചോദിച്ചാ മോൾ സത്യം പറയണം. മോക്ക് മോളുടെ ചേച്ചി ദേവികയെ തീരെ ഇഷ്ടമല്ലല്ലേ? അങ്ങനെയൊന്നുമല്ല. ദേ, കള്ളം പറയരുത്. ഇല്ല, ചേച്ചി ഞാനും തമ്മിൽ ഒരു പ്രശ്നവുമില്ല. മോളെ, ഞങ്ങൾ നിന്റെ ഭർത്താവിന്റെ അച്ഛനും അമ്മയാ. ദേ, ഞങ്ങൾ ഇത് നീ ഒന്നും ഒളിക്കരുത്. ചേച്ചിയോടെ എനിക്കെന്തിനാ ദേഷ്യം? കള്ളം. അഞ്ജിത പറയുന്നത് പച്ച കള്ളം. അഞ്ജിതയ്ക്ക് അഞ്ജിതയുടെ ചേച്ചിയോട് ദേഷ്യമുണ്ട്. മോളെ, ഇവിടെ നടക്കുന്നതൊക്കെ ഞങ്ങളും കാണുന്നുണ്ട്. സൂപ്പ് കുടിക്കുന്ന നേരത്ത് നീ എന്തിനാ സിദ്ധുന്റെ സൂപ്പ് തട്ടി ദേഹത്തേക്ക് ഇട്ടത്? അതുകൊണ്ടല്ലേ അവന്റെ ദേഹത്ത് ചൂട് സൂപ്പ് വീണത്. അല്ല, അതെന്തിനായിരുന്നു ചെയ്തത്? ഞാൻ പറയാം. ഇവിടുത്തെ അമ്മയുടെ മുമ്പിൽ ദേവിക ഉത്തരവാദിത്ത കുറവുള്ളവളാണെന്ന് നിനക്ക് ബോധ്യപ്പെടുത്തണം. അവളുടെ വില നിനക്ക് നഷ്ടപ്പെടുത്തണം. ശരിയല്ലേ? എല്ലാം ഞങ്ങൾക്ക് മനസ്സിലായി. അല്ല, അത് ദേ, ഇനിയും ഞങ്ങളുടെ മുന്നിൽ നീ കള്ളം പറയാൻ നിൽക്കരുത്. കള്ളം പറഞ്ഞാ ഞങ്ങളുടെ സ്വഭാവം മാറും. എന്റെ മോന്റെ ഭാര്യയാണെന്ന് നോക്കില്ല, ഞങ്ങൾ ഇവിടുന്ന് ഇറക്കി വിടും. അല്ല ആന്റി, അത് അങ്ങളെ. എടി കൊച്ചേ, ഇവളിത് പറഞ്ഞൊന്നും കരുതി നീ പെട്ടെന്ന് പേടിക്കുകയൊന്നും വേണ്ട. ദേ നോക്കി, നിന്റെ ചേച്ചിയെ ഞങ്ങൾക്കും ഇഷ്ടമല്ല. ഇഷ്ടമല്ലെന്ന് വെച്ചാൽ തീരെ ഇഷ്ടമല്ല. അവളെ ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും ഓടിക്കണം. അതിനാണ് ഞങ്ങൾ കോപ്പ് കൂട്ടുന്നത്. അതെടി മോളെ, ഞങ്ങൾ പറഞ്ഞത് സത്യം. നിന്റെ ചേച്ചിയെ ഇവിടുന്ന് അടിച്ചിറക്കി പുണ്യാഹം തളിക്കണം. അപ്പോ നിങ്ങൾക്കും ചേച്ചി ഇഷ്ടമല്ല അല്ലേ? അപ്പോ നിങ്ങൾ എന്ത് ടീമല്ലേ? നിങ്ങൾ എന്ത് ടീമായിരിക്കുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. പക്ഷെ അതിലൊരു തിരുത്തുണ്ട്. ഞങ്ങൾ നിന്റെ ടീമല്ല, നീയാണ് ഞങ്ങളുടെ ടീം. ഇനി മുതൽ ഞങ്ങൾ പറയുന്നത് പോലെ നീ ചെയ്യണം. ചെയ്യാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. പക്ഷേ ദേവിക ചേച്ചിയെ മാത്രം ഇവിടുന്ന് പുറത്താക്കിയാ പോരാ. പിന്നെ ആ ഗോപികയും പുറത്താക്കണം. അവളെ എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. രണ്ടുപേരെ ഇവിടുന്ന് ഓടിക്കണം. ഓടിക്കാം, രണ്ടിനെ ഓടിക്കാം. ഞങ്ങളുണ്ട് നിന്റെ കൂടെ. ഇനി മുതൽ നമുക്ക് ഒറ്റക്കെട്ടായി നീങ്ങാം. ഓക്കെ?
അമ്മേ മോളെ നിനക്ക് സുഖാണോ? അനീഷേട്ടാ വാ അമ്മേ വാ അകത്തേക്ക് വാ. അമ്മേ ആ സുലോചനയായിരുന്നോ? ഇരിക്ക് അനീഷേ, ഇരിക്കും മോനെ. അല്ല അച്ഛനെവിടെ? കല്യാണമായിട്ട് കുറെ നാൾ ഓടി നടക്കായിരുന്നല്ലോ മുത്തശ്ശൻ. അതിൻ്റെതായ ഒരു ക്ഷീണം, അതാ മുത്തശ്ശൻ വരാത്തത്. ക്ഷീണം എനിക്കുമുണ്ട്. ഇത്രയും നേരം കിടക്കുകയായിരുന്നു. നിങ്ങൾ ഇരിക്കെ. ഇരിക്കുന്നതിന് മുൻപ് വന്ന കാര്യം ആദ്യമേ അങ്ങ് പറഞ്ഞേക്കാം. എന്താ? കല്യാണം കഴിഞ്ഞ വധൂവരന്മാർക്ക് പെണ്ണിന്റെ വീട്ടില് വിരുന്നു കൊടുക്കുന്ന ഒരു ചടങ്ങുണ്ട്. ഞാൻ അതിനു കൂടി ക്ഷണിക്കാൻ വേണ്ടി വന്നതാ. വധൂവരന്മാർ മാത്രമല്ല, നിങ്ങൾ എല്ലാവരും വിരുന്നിന് വരണം. വിരുന്നിന് പിള്ളേര് മാത്രം വന്നാ പോരെ? ഞങ്ങൾ എല്ലാരും വരേണ്ടതുണ്ടോ? വരണം വരണം, എല്ലാവരും വരണം. ഇപ്പൊ തന്നെ കല്യാണത്തിന് വേണ്ടി നിങ്ങൾ കുറേയധികം പണം ചെലവാക്കിയതല്ലേ? ഇനി ഓരോരോ ചടങ്ങിന്റെ പേരില് വീണ്ടും വീണ്ടും പണം ചെലവാക്കേണ്ടതുണ്ടോ? പക്ഷേ സമ്പ്രദായങ്ങൾ അനുസരിക്കണ്ടേ? നാട്ടു നടപ്പനുസരിച്ച് വിരുന്ന് ചടങ്ങ് നടത്തേണ്ടതല്ലേ? അത് ഞങ്ങൾ എങ്ങനെയാ വേണ്ടാന്ന് വെക്കുന്നേ? ചടങ്ങ് നടത്തിയില്ലെങ്കിൽ അതിന്റെ കുറവ് ഞങ്ങൾക്കല്ലേ? ശരി ശരി, എന്നാ പിന്നെ ചടങ്ങ് നടക്കട്ടെ. പക്ഷേ ഇവിടുന്ന് എല്ലാവർക്കും വരാൻ കഴിയുമെന്ന് തോന്നുന്നില്ല സുലോചനെ. അറിയാലോ ഓരോരുത്തരുടെ തിരക്കുകള്. അതുകൊണ്ട് എല്ലാവരെയും പ്രതീക്ഷിക്കണ്ട. എന്തായാലും സിദ്ധു, അഭിയും, ദേവികയും അഞ്ജിതയും കൂട്ടി വരും. നിങ്ങളെ എല്ലാവരും വരണമെന്ന എന്റെ ആഗ്രഹം. അതിനുവേണ്ടി എല്ലാവരും ഒന്ന് ശ്രമിച്ചാൽ നന്നായിരിക്കും. നോക്കട്ടെ. ഞാനൊന്ന് സംസാരിച്ചിട്ട് വരാം. ചെല്ലുമോളെ. വാ അമ്മേ. ആ ഇതാരാ വന്നിരിക്കുന്നേ? സുലോചനയോ? വാ വാ വന്നേ. വാ. മകളെ കാണാതെ സുലോചനയ്ക്ക് അവിടെ ഇരിപ്പിറക്കുന്നില്ലായിരിക്കും അല്ലേ? അതെ, അത് ശരി തന്നെയാ. പക്ഷേ ഞാൻ ഇപ്പൊ വന്നത് ഇവളെ കാണാൻ വേണ്ടി മാത്രമല്ല. കല്യാണം കഴിഞ്ഞ ശേഷം വധൂവരന്മാർക്ക് പെണ്ണ് വീട്ടില് വിരുന്നു കൊടുക്കുന്ന ഒരു ചടങ്ങുണ്ടല്ലോ. ആ. ആ ചടങ്ങിന് ഇവിടെ എല്ലാവരും ക്ഷണിക്കാനാ ഞാൻ വന്നത്. നിങ്ങളെല്ലാവരും വിരുന്നിന് പങ്കെടുക്കണം. നോക്കട്ടെ, പരമാവധി ഞങ്ങൾ വരാൻ ശ്രമിക്കാം. ഇനി അഥവാ വരാൻ സാധിച്ചില്ലെങ്കിൽ അത് കാര്യമാക്കണ്ട. വിരുന്ന് അഭിഷേകിനും അഞ്ജിതയ്ക്കും ഉള്ളതല്ലേ, അവർ കൃത്യമായിട്ടും വരും. ഏയ് അങ്ങനെ പറഞ്ഞാ പറ്റില്ല, നിങ്ങളും വരണം. ശരി ശരി, നമുക്ക് നോക്കാം. എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. ശരി. ആ അമ്മേ വാ. അമ്മേ, അമ്മയ്ക്കൊരു കാര്യം അറിയോ? എന്താ? നമ്മൾ പോലെ തന്നെ ഇവിടെ അഭിയേട്ടന്റെ അച്ഛനും അമ്മയ്ക്കും ദേവിക്ക് തീരെ ഇഷ്ടമല്ല. ഭയങ്കര വെറുപ്പാ. ഈശ്വര, നല്ല വാർത്തയാണല്ലോ കേട്ടത്. ദേവി ചേച്ചി ഇവിടുന്ന് ഓടിക്കാനുള്ള ശ്രമത്തിലാ അവര്. അത് കലക്കി. എന്റെ മോക്ക് പറ്റിയ അമ്മായി അച്ഛനും അമ്മായി അമ്മയും. എനിക്ക് സന്തോഷായി. ഇവര് കൂടെ ഉള്ളപ്പോഴേ എല്ലാം നമ്മുടെ കൈവെള്ളയ്ക്കുള്ളിലാവും അമ്മേ. അത് ശരി തന്നെയാ. പക്ഷെ ഇവരുടെ സപ്പോർട്ട് മാത്രം പോരാ. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇവിടുത്തെ അവസാന വാക്ക് മുത്തശ്ശിയാ. നീ എങ്ങനെയും അവരുടെ മനസ്സിൽ കയറിപ്പറ്റണം. ഞാനതിന് ശ്രമിക്കുന്നുണ്ടമ്മേ. ഇത്തിരി ആണെങ്കിലും മുത്തശ്ശിക്ക് എന്നോട് അടുപ്പം തോന്നി തുടങ്ങിയിട്ടുണ്ട്. നന്നായി. എന്തൊക്കെ സർക്കസ് കാണിച്ചിട്ടാണെങ്കിലും ശരി, ഈ വീട്ടില് ദേവികയേക്കാൾ കൂടുതൽ അധികാരം നീ സ്ഥാപിച്ചെടുക്കണം. ഹർഷിടമാലാകെ, ഞാൻ താലി കെട്ടാത്ത പെണ്ണിനെ താലി കെട്ടിന്ന് പറഞ്ഞ് എന്റെ തലയിൽ അടിച്ചേൽപ്പിക്കാൻ നോക്കണ്ടവിടെ ആരും. ഇപ്പൊ ഇവിടെ നിന്ന് ഇറങ്ങണം. നമുക്കേ കുറച്ചേരം പന്ത് കളിച്ചാലോ? എന്റെ കൂടെ പന്ത് കളിക്കാൻ ഇവിടെ ആരും ഇല്ലെന്നേ. ഋഷിയുടെ മാലാക്കെ വാ. സിദ്ധോട്ടൊന്ന് മാറിക്ക്, എനിക്കതിനുള്ള നേരൊന്നുമില്ല.
ഋഷിയുടെ മാലൊക്കെ പോവല്ലേ? നമുക്ക് കളിക്കാം, പോവല്ലേ? നമുക്ക് പന്ത് കളിക്കാം. സിദ്ധുവേട്ടാ ഒന്ന് മാറാനല്ലേ പറഞ്ഞേ? മാറില്ല സിദ്ധുവേട്ടാ. ഞാൻ മാറൂല. എന്റെ കൂടെ കളിക്കാൻ ഇവിടെ ആരുമില്ല. എന്റെ ചേച്ചിയുടെ ജീവിതം തകർത്തവൻ. ഒരു പന്ത് കളിക്കാൻ പറ്റിയ പ്രായം. അയ്യോ എന്റെ ബോള്. പോ പോ പോ. ഗോപിക, ഞാൻ മനസ്സിലാക്കിയ ഗോപിക ഇങ്ങനെയൊന്നും അല്ലായിരുന്നു. സാഹചര്യങ്ങളാണ് എന്നെ കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യിക്കുന്നത്. കുട്ടാ 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 എന്താ പറ്റേ? കുട്ടനാരെങ്കിലും വഴക്ക് പറഞ്ഞോ? അതോ ആരോടെങ്കിലും പിണങ്ങിയോ? എന്തോ കാര്യമായ സങ്കടത്തിലാണല്ലോ. എന്താണില്ലേ എന്നോട് പറയൂ കുട്ടാ. കുട്ടന്റെ മാലാഖയല്ല ഞാൻ. മാലാഖയോട് പറയില്ലേ കുട്ടന്റെ വിഷമം? കുട്ടന്റെ വിഷമം മാറ്റാനല്ലേ മാലാഖ കൂടെ ഉള്ളത്. പറയൂ കുട്ടാ, എന്താ വിഷമം? അതെ പറയൂ കുട്ടാ. ഞാനേ ബോളായിട്ട് ചെന്നിട്ട് അത് കളിക്കാനായിട്ട് ഗോപികയെ വിളിച്ചു. പക്ഷെ ഗോപിക എന്റെ കൂടെ വന്നില്ല. ഗോപിക എന്റെ കൂടെ കളിക്കാൻ വന്നില്ല. അതാണോ കാര്യം? ഗോപിക വരാത്തത് എനിക്ക് വലിയ സങ്കടായി. അത്രേ ഉള്ളോ കാര്യം? ഇതിന് സങ്കടപ്പെടുന്നു വേണ്ട. കുട്ടനിപ്പൊ പന്ത് കളിക്കണം, അത്രയല്ലേ ഉള്ളൂ. പോയി പന്ത് എടുത്തിട്ട് വാ, ഞാൻ കളിക്കാൻ വരാം. എനിക്കിനി പന്തൊന്നും കളിക്കണ്ട. പിന്നെ ഇനി കുട്ടന് എന്ത് വേണം? എനിക്കൊരു ആഗ്രഹമുണ്ട്. എന്താഗ്രഹം? അത് പറഞ്ഞാലേ മാലക എനിക്ക് സഹായിച്ചു തരുമോ? കുട്ടന്റെ ഏതാഗ്രഹവും ഞാൻ സാധിച്ചു തരും. എന്നാലേ നമുക്ക് ആരും കാണണ്ടേ പുറത്ത് കറങ്ങാൻ പോയാലോ? ഈ രാത്രിയിലോ? അതെന്താ കുഴപ്പം? രാത്രിയില് പുറത്ത് കറങ്ങാൻ പോണോ കുട്ടാ? ഇപ്പൊ തന്നെ നേരെ ഒത്തിരി വൈകി. നമുക്കേ നാളെ പുറത്തു പോവാം. വേണ്ട വേണ്ട, എനിക്കിപ്പൊ തന്നെ പുറത്തു പോണം. കുട്ടാ, എന്റെ ഏതാഗ്രഹവും സഹായിച്ചു തരാന്ന് പറഞ്ഞല്ലേ മാലാക. എന്നിട്ടിപ്പോ എന്തിനാ മാറ്റി പറയണേ? മാലാകനെ പറ്റിക്കണോ? എനിക്ക് പുറത്തു പോണം, എനിക്ക് പുറത്തു പോണം, എനിക്ക് പുറത്തു പോണം. പുറത്തു പോയി പറ്റൂ. ശരി ശരി ശരി, പുറത്തു പോവാം. ബഹളം കൂട്ടരുത്. ബഹളം കൂട്ടിയ എല്ലാവരും അറിയും. പിന്നെ നമുക്ക് പുറത്തേക്ക് പോകാൻ പറ്റില്ല. എന്നാ പിന്നെ നമുക്ക് പെട്ടെന്ന് റെഡിയായി പോവാം. ശരി. കണ്ണാടി വാതിൽ നീ തുറന്നുവോ? അഞ്ചാറു പൂക്കൾ നീ എറിഞ്ഞുവോ? നെഞ്ചോട് ചേർത്ത് ഞാൻ ഉണർന്നു പോയി അരികെ നിന്നെ. ഐസ്ക്രീം മാലാക, എനിക്ക് ഐസ്ക്രീം വേണം. എനിക്ക് ഐസ്ക്രീം വേണം മാലാക, എനിക്ക് ഐസ്ക്രീം വേണം. ചേട്ടാ, ഒരു ഐസ്ക്രീം. ഒന്നും വേണ്ട. എത്രയാ? 60. ആഴത്തിൽ നിന്നേതോ നാളങ്ങളായ കഴിക്കേ. കഴിക്ക്. എനിക്ക് വേണ്ട കുട്ടാ. എന്താ മാലായിക്ക് ഐസ്ക്രീം ഇഷ്ടല്ലേ? ഐസ്ക്രീം ഇഷ്ടമൊക്കെ തന്നെയാ. പിന്നെന്താ കഴിക്കാത്ത? ഞാനിത് വല്ലപ്പോഴൊക്കെ കഴിക്കാറുള്ളൂ. മാലായിക്ക് എന്ത് കഴിക്കാൻ ഇഷ്ടം? എനിക്ക് അങ്ങനെയൊന്നുമില്ല. വിശക്കുന്ന നേരത്തെ എന്ത് കിട്ടിയാലും കഴിക്കും. പിന്നെ ഏറ്റവും ഇഷ്ടം ചോറും മീൻകറി. കുട്ടന് എന്തൊക്കെയാ ഇഷ്ടം? എനിക്ക് ഉണ്ണിയപ്പം ഇഷ്ടാണ്, പായസം ഇഷ്ടാണ്, ബിരിയാണി ഇഷ്ടാണ്. ഓ, പിന്നെ ഐസ്ക്രീം ഇഷ്ടാ, പൊറോട്ട ചിക്കനും അതും ഇഷ്ടാ.
പെൺമുകിലേ താണിറങ്ങി വാ താഴ്വരയേ നീ പുണർന്നു വാ പെൺമുകിലേ പൂച്ചൊരിഞ്ഞു വാ തൂമഞ്ഞുമായി പെൺമുകിലേ மங்கள கடியா நாடுரா 35 நாடு 12 கொம்புரா தேவனேலே மந்தமானில கூடனா ಗುರು ಕಾರಣನ ಕೊಡವ ಮೇನ ಕೊಂಡಾಡನ ಮಂಗಳಾಡಿತ್ತು ಬಂದಂತ ಬದುಕೆಲ್ಲರಿಗೂ ತಕ್ಕಾರ ಬೈದವಿ ಎಲ್ಲರಿಗೂ ತಕ್ಕಾರ ದೇವನೆಲರ ಪೊಮ್ಮಾಲೆ ಯಾಲ ಮಾಲೆ ಎಲಮಲರ ಪೊಮ್ಮಾಲೆ ಯಾಲ ಮಾಲೆ ಉಪಕೊಟ್ಟು ಬಾಲಾಗಕಾರ ಜಿಗಿ ಜಿಗಿ ಜಗ ಉರುಪಿತ್ತು பொடி தட்டு பாரா ஆட்டு பாட்டு ரப்பை போட்டி அக்காலே ஜாய் பாட்டி எல்லாரும் கூடி ஆடானா ஓ பாரி உக்கார நாடகார பைந்தவி நீங்க தக்காரா ಈ ಮಂಗಲ ಕಡಿಯ ನಾಡಿರಾ ಮಿಗಿದರ ಕೊಡವಾ ಮಿಗಿದರ ಕೊಡವಾ ಮಿಗಿದರ ಕೊಡವಾ ಇದು ಕೊಡವಾ ಮಿಗಿದರ ಕೊಡವಾ ಮಿಗಿದರ ಕೊಡವಾ ಮಿಗಿದರ ಕೊಡವಾ ಇದು ಕೊಡವಾ ಮಿಗಿದರ ಕೊಡವಾ ಮಿಗಿದರ ಕೊಡವಾ ಮಿಗಿದರ ಕೊಡವಾ ಇದು ಕೊಡವಾ ಮಿಗಿದರ ಕೊಡವಾ ಮಿಗಿದರ ಕೊಡವಾ ಮಿಗಿದರ ಕೊಡವಾ ദേവികേ 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 മുത്തശ്ശിയാണല്ലോ വിളിക്കുന്നത്. ദേവികേ എന്താ മുത്തശ്ശി? എന്തു പറ്റി? എന്തിനാ വിളിച്ചത് മുത്തശ്ശി? ദാ ഇതെന്താ? ദേവികെ, എന്താ ഇത്? എന്താ ഈ കാണുന്നതൊക്കെ? ഈ തെരുവ് കൂട്ടങ്ങൾക്കൊപ്പം കൂത്താടുന്നത് സിദ്ധു അല്ലേ? അവൻ എങ്ങനെ ഇവരോടൊപ്പം ചേർന്ന് കൂത്താട്ടം നടത്തി? മാലാഖേ, ഏതായാലും അവൻ ഒറ്റയ്ക്ക് ഇറങ്ങിപ്പോയി ഇതൊന്നും ചെയ്യില്ല. വിലയും നിലയും മറന്ന് അവനെ കൊണ്ട് കുടുംബത്തിന് നാണക്കേടുണ്ടാക്കുന്ന ഈ പ്രവൃത്തി ചെയ്യിപ്പിച്ചത് നീയാ. മുത്തശ്ശി, ഈ കുടുംബത്തിന്റെ അന്തസ്സിന് ചേർന്ന പ്രവൃത്തിയാണോ അവൻ ഈ കാട്ടിക്കൂട്ടുന്നത്? അല്ല. നിനക്ക് ഈ കുടുംബത്തിന്റെ അന്തസ് എന്താണെന്ന് അറിയൂ? ഈ
ഈ സിറ്റിയിലെ പേരുകേട്ട കുടുംബമാണ് പൊന്നാരൻതോട്ടം. ഇവിടുത്തെ ഒരു സന്തതിയാ ഈ കോമാളിത്തരങ്ങൾ കാട്ടിക്കൂട്ടുന്നത്. ഞങ്ങൾക്കിത് നാണക്കേടാ, മഹാനാണക്കേട്. നീ ആയിട്ടാണ് ഈ നാണക്കേട് ഞങ്ങളുടെ കുടുംബത്തിന് വരുത്തി തീർത്തത്. അഞ്ജിത ഈ വീഡിയോ ഞങ്ങളെ കാണിച്ചതുകൊണ്ട് ഞങ്ങളെല്ലാവരും ഇതറിഞ്ഞു. ഇല്ലെങ്കിൽ ഇവിടെ ആരും അതറിയില്ലായിരുന്നു. അല്ല, ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ടും നീ എന്താ ഒന്നും മിണ്ടാത്തത്? എന്താ മിണ്ടാത്തതെന്ന് മുത്തശ്ശി, നിനക്കൊന്നും പറയാനില്ലേ? അവനെ നന്നാക്കി എടുക്കാൻ വേണ്ടിയാ അവനെ കൊണ്ട് നിന്നെ വിവാഹം കഴിപ്പിച്ചത്. അതിപ്പോ വലിയ ദ്രോഹമായി തീർന്നെന്നാ തോന്നുന്നത്. മുത്തശ്ശി, മുത്തശ്ശി എന്തിനാ മാലാക വഴക്ക് പറയണേ? പിന്നെ ഞാൻ എന്തു വേണം? ഇവളല്ലേ പാതിരാത്രി നിന്നെ തെരുവിലേക്ക് വിളിച്ചുകൊണ്ട് പോയത്? അല്ല, മാലാക അല്ല എന്നെ വിളിച്ചോണ്ട് പോയത്, ഞാനാ മാലാക വിളിച്ചോണ്ട് പോയത്. ശരി, നീ വിളിച്ചാലുടൻ നിന്നെയും കൊണ്ട് പുറത്തു പോയേണ്ട കാര്യം ഇവക്കുണ്ടായിരുന്നോ? അതിന്റെ ആവശ്യം ഉണ്ടായിരുന്നോന്ന്